റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂസ്. വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ അതിഥി ടൈഗറിന്റെ തന്നെ ദ GT സ്പോർട്സ് പ്ലസ്. സോ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് Volkswagen Taycan അല്ലേ? GT അപ്പോൾ Sports. നമുക്കൊരു ഹിസ്റ്ററി പറയാല്ലേ Volkswagen. സോ ഗൈസ്, ഇതിന്റെ ഒരു ഫോക്സ്വാഗന്റെ ഹിസ്റ്ററി നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് പ്രോപ്പർ പ്രാക്ടിക്കൽ എൻട്രി ലെവൽ കാർസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പോളോയും വെൻഡോ ആയിരുന്നു. അത് ആ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും എല്ലാം പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കാർസ് ആയിരുന്നു. ഭയങ്കര സോളിഡ് ബിൽഡും ഈവൻ ഡ്രൈവ് ആയാലും നല്ലൊരു Volkswagen എപ്പോഴും ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഫീല് ആൻഡ് സേഫ്റ്റി അതിപ്പോഴും കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നീ പറഞ്ഞ പോലെ 2011 to 2019 ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ആ ഒരേ ലുക്കിൽ വെൻഡോ ആയാലും പോളോ ആയാലും, പക്ഷെ അത് വെച്ച് അവർ പിടിച്ചു നിന്നു. ഒട്ടും ഡേറ്റഡ് അല്ലാത്തൊരു ലുക്കായിരുന്നു അതിന് കിട്ടിയിരുന്നത്. അതാണ് മെയിൻ ഒരു ഡിസൈൻ ഫിലോസഫി Volkswagen പണ്ടേ ബെസ്റ്റ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ സുസുക്കിയും ഹ്യുണ്ടയും കത്തി നിൽക്കുന്ന ടൈമിലും Volkswagen കൊണ്ടുവരാൻ തുടങ്ങി അവരുടെ ഒരു ബ്രേവറി അല്ലെ, അവരുടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കോമ്പറ്റീഷന് കൊണ്ടുവന്നല്ലോ അവര്. ഈവൻ ന്യൂ ജനറേഷന് വേണ്ട രീതിയിൽ തന്നെ ഇപ്പോൾ ഫീച്ചേഴ്സിന്റെ ഒരു അപാകതയിലും എല്ലാം പരിഹരിച്ചുകൊണ്ടായിരുന്നു 2020 ഈ ഒരു ടൈഗൺ ആയാലും വെർട്ടസ് ആയാലും 21 ആയപ്പോൾ ടൈഗൺ വന്നു, 22 ആയപ്പോൾ വെർട്ടസും വന്നു. ബിക്കോസ് സെഡാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പൊ SUV മതി. എല്ലാവരും ഇപ്പോ സെഡാൻ എടുക്കുകയാണെങ്കിൽ സിറ്റി എടുക്കും, അല്ലെങ്കിൽ വേണ എടുക്കും. ആ സമയത്ത് Volkswagenഉം സ്കോഡയും അവർ രണ്ടുപേരും കൊണ്ടുവന്നു. ലൈക്ക് ബോത്ത് ആർ ഐഡന്റിക്കൽ, ഒരു ഡിഫറൻസസ് പറയാനില്ല, സ്ലാവിയും വേർട്ടസും. പക്ഷെ ആ സമയത്ത് ആ കോമ്പറ്റീഷന്റെ ബെസ്റ്റ് ടൈമിൽ കൊണ്ടുവന്നല്ലോ Volkswagen. ഇന്ത്യക്ക് വേണ്ടി അത്രയും അവർ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ടൈഗൺ GT Plus ആണ്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂലോട്ട് പോവാം. സോ നമുക്ക് ഫ്രണ്ട് ലുക്കിലേക്ക് കിടക്കാം അല്ലെ. ഫ്രണ്ട് ലുക്ക് ഇത് GT Plus സ്പോർട്ട് ആണ്. അപ്പോ അവർ GTയുടെ ബാജിങ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ക്രോം എലമെന്റ്സ് ആണ് വരുന്നത്. ഒരു നോർമൽ GT Plus വേരിയന്റ് ഇവിടെ ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഈവൻ ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെ അകത്ത് സ്മോക്ഡ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് പുറത്തൊരു സ്മോക്കി ഫീൽ അല്ല, അകത്ത് ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. നമ്മുടെ GT Plus നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ GT Plusന്റെ അകത്തൊക്കെ കുറച്ച് ക്രോം ഫീൽ ആണ് ഹെഡ്ലൈറ്റിന്റെ അകത്തൊക്കെ. ഇത് ഫുൾ ബ്ലാക്ക്ഡ് ആണ് അകത്തൊക്കെ. പിന്നെ ഇവിടെ DRL പോണ കാണാം. 2 പ്രൊജക്ടറാണ്. രാത്രി ഭയങ്കര ലൈറ്റ് ആണ് ഇതിന്റെ LED യൂണിറ്റ്. ഭയങ്കര നല്ല പ്രസൻസ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ബാക്കിൽ നല്ല ഫ്ലാഷ് അടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. നല്ല ലൈറ്റ് ആണ് അത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ്. ഇത് ശരിക്കും ഫോളോ മീ ഹോം ലാമ്പാണ്. നമ്മൾ ആ ഒരു ടേൺ എടുക്കുമ്പോൾ കറക്റ്റ് അവിടെ ലൈറ്റ് കാണിക്കും, അത് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഷാർപ്പ് ലൈൻസ് ആണ്. ഒരു SUVക്ക് ഒരു സ്പോർട്ടി ഫീലും കൊണ്ടുവന്നുണ്ട് ഈ വേരിയന്റ്. ഇത് 2024 വന്നൊരു വേരിയന്റ് ആണ് GT Plus സ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്, ക്രോം എലമെന്റ്സ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ആ ലോഗോയിൽ മാത്രം ഒരു ക്രോം എലമെന്റ് കാണാം, ബാക്കി എല്ലാം ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഫ്രണ്ടിൽ സെൻസേഴ്സ് ഒന്നുമില്ല. ഇവിടെ ഒരു ഹണി കോംബ് ഫീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഷാർപ്പ് ലൈൻസ് ആണ്. ഈ ബോഡി ഫുൾ പോയിരിക്കുന്നതും നല്ല ഷാർപ്പ് ലൈൻസ് ആണ്. പിന്നെ വിൻഷീൽഡും ആ ഒരു റെയിൻ സെൻസിങ് വൈപ്പറൊക്കെ നമുക്ക് അവിടെ കാണാം. എല്ലാം നല്ല ബോൾഡ് ലുക്കാണ് വണ്ടി. ഈവൻ ആ ഷാർപ്പ് ലൈൻസ് എല്ലാവിടെയും വന്നുകൊണ്ട് നല്ലൊരു ക്യാരക്ടറും ഒരു ബോൾഡ് ഫീലും കൊടുത്തിട്ടുണ്ട് SUV. സോ ഹേ ഗൈസ്, നമുക്ക് ഇതിന്റെ സൈഡ് ലുക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫ്രണ്ടിൽ കണ്ട അതേ ക്യാരക്ടർ ലൈൻസിന്റെ ഒരു കണ്ടിന്യൂഷൻ ബാക്കിലേക്കും പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈവൻ അതിന്റെ ഒരു വീൽ ആർച്ചിന്റെ ഒരു ക്ലാഡിങ്, ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് കണ്ടിന്യൂഷൻ ചെയ്ത് റിയറിലേക്കും പോകുന്നത് കാണാം. പിന്നെ ആ ഫ്രണ്ടിൽ കണ്ട സെയിം GTയുടെ ബാഡ്ജിങ് തന്നെ റെഡ് ഫിനിഷ് തന്നെ ഇവിടെ ഫെൻഡറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ടയേഴ്സ് ആണ്. റെഡ് കാലിപ്പർ കൊടുത്തിട്ട് സ്പോർട്ടി ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. 205, 55, R17 അതാണ് ആ ടയറിന്റെ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് ഉണ്ട്, റിക്വസ്റ്റ് സെൻസേഴ്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. പിന്നെ വരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിലിംഗിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു Volkswagenന്റെ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു റൂഫ് റെയില് വരാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഫംഗ്ഷണൽ ആണ്. 50 kg വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പാകത്തിനാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിന്റെ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു 50 ലിറ്റേഴ്സിന്റെ പെട്രോൾ ടാങ്കാണ് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ
ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു റൂഫും ഷാർക്ക് ഫിൻ ആന്റീനെ കൊടുത്ത് കിടിലൻ ലുക്കാണ്. സോ ഗൈസ് ഇതിന്റെ ബാക്ക് ലുക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടെയിൽ ലൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സിൽവർ ഫിനിഷ് ഉണ്ട്. ആകെ ഇതിന്റെ ഒരു ഡോർ ഹാൻഡിൽസിന്റെ ഒരു പിഞ്ചിലും പിന്നെ ഈ ഒരു ടെയിൽ ലൈറ്റിലും മാത്രമാണ് സിൽവർ ഫിനിഷ്. ബാക്കി ഫുൾ കാർ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. പിന്നെ ആ ഒരു കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ് കാണാം. വോക്സ് വാഗന്റെ ലോഗോ നടുക്ക് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ഡിഫോഗർ യൂഷ്വൽ ബിറ്റ്സ് അതെല്ലാം കാണാം. പിന്നെ GTയുടെ ബാഡ്ജിങ് ഇതിൽ ടോട്ടൽ 3 ആണ് വരുന്നത്. ഫ്രണ്ട് ഗ്രില്ലിലും സൈഡ് ഫെൻഡേഴ്സിലും പിന്നെ ബാക്കിലെ ഒരു ബൂട്ടിന്റെ ഭാഗത്തും. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ താഴെയായിട്ട് ബ്ലാക്ക് ഡോട്ട് കൈകൊണ്ട് ബാഡ്ജിങ്. 3 സെൻസേഴ്സ് ആണ് ഇതിന് പാർക്കിംഗ് സെൻസേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഫേക്ക് എക്സോസ്റ്റ് ടിപ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇതിന് ട്വിൻ പോർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഒരു ഡിഫ്യൂസർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. റൂഫ് മൗണ്ടഡ് ഷോപ്പ് ലാമ്പ് എല്ലാം കൊടുത്ത് നീറ്റ് ലേ ഔട്ട് ആണ്. പിന്നെ ഇതിന്റെ ഒരു ബൂട്ട് സ്പേസിന്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 385 ലിറ്റേഴ്സിന്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാർഷ്യൽ ഷെൽഫ് എല്ലാം കൊടുത്ത് നീറ്റ് ലേ ഔട്ട് ആണ്. ഈവൻ അതിന്റെ ഒരു യൂട്ടിലിറ്റി ഭാഗത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തന്നെ 3 kgs കൊള്ളാൻ ഭാഗത്തിന് ഹുക്സ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഡീസന്റ് ഇനഫ്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിലെ ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബൂട്ട് സ്പേസ് കുറവാണ്. പിന്നെ ഇതിന്റെ ഒരു അടയ്ക്കാനായാലും ഒരു യൂട്ടിലിറ്റിയുടെ ഒരു റോപ്പ് പീസ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമും എഞ്ചിൻ ഓപ്ഷൻസും പരിചയപ്പെടാം ടൈഗന്റെ. സോ ഇത് 1.5 ലിറ്റർ ആണ് നമ്മുടെ ഈവോ എഞ്ചിൻ അല്ലേ? 148 bhp 250 Nm ടോർക്ക്. പിന്നെ ഗിയർ ബോക്സ് 7 സ്പീഡ് DSG അല്ലേ? പിന്നെ ഇതിൽ കുറെ എഞ്ചിൻ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ പണ്ട് ഡീസലൊക്കെ ഉണ്ടായിരുന്നു, TDI. വോക്സ്വാഗന്റെ ഡീസലിനെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും തലവേദന ഉള്ള ഒരു ഫാക്ടറാണ്. കുറച്ച് മെയിൻ്റെനൻസ്, പക്ഷെ ഭയങ്കര അടിപൊളി ഒരു എഞ്ചിൻ തന്നെയായിരുന്നു. എഫിഷ്യന്റ് ആയിരുന്നു. പവറിന്റെ ഫിഗേഴ്സ് എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. പിന്നെ ഇപ്പൊ പെട്രോൾ മാത്രമാണ് വോക്സ്വാഗനുള്ളൂ. ഇതിന്റെ ഒരു 1 ലിറ്റർ എഞ്ചിൻ കൂടി ഉണ്ട്. 1 ലിറ്റർ അത് 3 സിലിണ്ടർ യൂണിറ്റ് ആണ്. 118 bhp 172 N1 ടോർക്കും കൂടി കൊടുക്കുക. അതും അത്യാവശ്യം നല്ല ടോർക്ക് കൺവേർട്ടർ ഉണ്ട്. അപ്പൊ എഞ്ചിൻ റൂം കാണാൻ നല്ല നീറ്റ് ലേ ഔട്ട് അല്ലെ? ഫുൾ പുറമെ കാണുന്ന പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആണ്. ടർബോന്റെ ഇൻടേക്ക് കാണാം. ആ ഒരു ഇൻസുലേഷന്റെ ഭാഗമെല്ലാം കൊടുത്ത് നീറ്റ് ലേ ഔട്ട് ആണ്. പിന്നെ ഇവിടെ ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല. അവിടെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഇതിലായിരിക്കും. ചെറിയൊരു നോയ്സ് കേൾക്കാം പുറത്തേക്ക്. എഞ്ചിന്റെ കട്ട് ഔട്ട് ഇതില്ലേ, എഞ്ചിൻ നോട്ട് കട്ട് ചെയ്യണതും ഒക്കെ കേൾക്കാൻ പറ്റും. നല്ലോണം ഭയങ്കര സൗണ്ട് എഞ്ചിൻ. പക്ഷെ എഞ്ചിൻ നോട്ട് കേൾക്കാൻ അടിപൊളിയാണ്. ആ 4 സിലിണ്ടർ ആയതുകൊണ്ട് ഒരു സൗണ്ട് അടിപൊളിയാണ്. ബാക്കി ഇന്റീരിയർ. സോ ഹേ ഗൈസ്, നമുക്ക് ഇതിന്റെ ഒരു ബാക്ക് സീറ്റിന്റെ ഒരു കംഫർട്ടും ഇതിന്റെ റിവ്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ട് നല്ലൊരു നീറ്റ് ലേ ഔട്ടിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഹെഡ്ലൈനർ ആയാലും സീറ്റ്സിന്റെ ഒരു അപ്പോൾസ്ട്രി കളേഴ്സ് ആയാലും എല്ലാം ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ആകെ ഒരു സ്പോർട്ടി അപ്പീൽ എന്ന് പറയാനായിട്ട് ഈ ഒരു റെഡ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംറസ്റ്റിലായാലും സീറ്റ്സിലായാലും എല്ലാം കൊടുത്ത് നല്ല നീറ്റ് ലേ ഔട്ടാണ്. ട്വിൻ AC ടിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്വിൻ ടൈപ്പ് സി ചാർജ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഈവൻ ഇതിന്റെ ഫ്രണ്ട് സീറ്റ് സ്കൂപ്ഡ് ഔട്ട് ആയതുകൊണ്ട് ഇതിന്റെ ഒരു നീറും നല്ല ആംപിൾ ആണ്. ഈവൻ ലെഗ് റൂം ആയാലും അണ്ടർ തൈ സപ്പോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ട്, ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂവിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫുൾ നമ്മുടെ ഒരു ഷോൾഡർ ലെവലിൽ തന്നെയാണ് ഒരു ഗ്ലാസിൻ്റെ ഒരു ഏരിയ വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡോർ പാനലാണ്. സ്പീക്കർ പ്ലേസ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈവൻ ആ ഒരു റെഡ് സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ കാണാം. ഗ്രാബ് ബാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഹുക്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചയിലും ഇപ്പോൾ ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ആയാലും ഒരു റിക്ലൈനിങ് ആംഗിൾ ഇത് തന്നെയാണ് ഒരു പെർമനൻറ്റ്. പക്ഷേ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നീറ്റ് ലേ ഔട്ടാണ്. പിന്നെ എയർ ബാഗിൻ്റെ പ്ലേസ്മെൻറ്റ് ആണ്. ഇതിൽ ഈ കാറിൽ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് കമ്പനി ആസ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് പ്ലേസ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇതിന് കമ്പനി തന്നെ ആസ് സ്റ്റാൻഡേർഡ് ഒരു കംഫർട്ട് ഫീച്ചർ എന്നുള്ള രീതിയിൽ ഒരു പില്ലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ ഇതിൽ നല്ല സ്പോർട്ടി കേട്ടോ. എല്ലാവിടെയും നമുക്ക് റെഡ് സ്റ്റിച്ചിങ്സ് കാണാം. ഇതിപ്പോൾ GT സ്പോർട്സ് വേരിയന്റ് ആയതുകൊണ്ട് ഇവിടെ ഒക്കെ റെഡ് സ്റ്റിച്ചിങ് കാണാം. ഇവിടെ ഒരു GTയുടെ ബാഡ്ജിങ് കാണാം. ഫുൾ ഇവിടെ എല്ലാം നമ്മുടെ ഡോർ ഹാൻഡിൽസും എല്ലാവിടെയും റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഈവൻ സ്റ്റിയറിംഗിൽ റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെർഫറേറ്റഡ് ഫീൽ ഉള്ള ഒരു ലെതറാണ് കൊടുത്തിരിക്കുന്നത്. ഹോൾഡ് ചെയ്യാനും നല്ല നൈസാണ്. പിന്നെ സ്റ്റിയറിംഗ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ പണ്ട് പോളോയിൽ കാണുന്ന സ്റ്റിയറിംഗ് അല്ല, ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് വോൾസ്വാഗൻ കൊണ്ടുവന്ന സ്റ്റിയറിംഗ് ആണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഒക്കെ കൊടുത്ത് ഇവിടെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ആവശ്യമുള്ള കൺട്രോൾസ് നമുക്ക് ക്രൂസ് കൺട്രോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൻ സെൻസിങ് വൈപ്പർ ഉണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ഉണ്ട്. ഇവിടെയാണ് അതിന്റെ കൺട്രോളിങ് ഒക്കെ. ഇതാ ടിപ്പിക്കൽ ജർമ്മൻസ് ഇവിടെയാണ് ആ ഒരു ഇത് കൊടുക്കുക. മറ്റേ ഓട്ടോ ഹെഡ് ലാംപ്സിന്റെയും ഹെഡ് ലാമ്പ് കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 6 സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്.
6 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് ആണ് റിയർ വ്യൂ മിറർ. പിന്നെ ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ 1 ടച്ച് സൺറൂഫ് ആണ്. ഇപ്പോൾ യൂസബിൾ സൺറൂഫ് തന്നെയാണ്, നല്ല ഭംഗിയാണ്. ഇപ്പൊ എല്ലാവർക്കും ആവശ്യമാണല്ലോ സൺറൂഫ്. പിന്നെ ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടില്ല, അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പിന്നെ വാനിറ്റി മിറേഴ്സ് നോക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടില്ല, അങ്ങനെ ചെറിയ ബിറ്റ്സ് ഒക്കെ. പിന്നെ ഫുൾ ബ്ലാക്ക് ആണ്, മുകളിലും താഴെ എല്ലാവിടെയും ബ്ലാക്ക് ആണ്. ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഇതാണ്, പക്ഷെ എല്ലാം ഭയങ്കര ബിൽഡാണ്. ഈ ഡോർ അടയ്ക്കുമ്പോഴുള്ള തഡ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു തഡ് അത് ഭയങ്കരമാണ്. പിന്നെ ഇവിടെ ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ബാക്കിയെല്ലാം 1 ടച്ച് അല്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ കയറി വരുമ്പോൾ ആ വോൾസ്വാഗന്റെ ലോഗോ കാണിക്കും, നല്ല വെൽക്കമിങ് ആണ്. പിന്നെ ഇവിടെ ഒരു ഫീച്ചർ ഉണ്ട്, നമ്മൾ വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ ബാക്ക് സീറ്റ് ചെക്ക് ചെയ്യണം. ബാക്ക് സീറ്റിൽ എന്തെങ്കിലും സാധനം എടുക്കാണ്ടെങ്കിൽ അത് എടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കും. അത് നല്ല രസമാണ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോന്റെ ഒരു സ്നാപ്പ് ഇടാം. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇത് ടോപ്പ് മോഡൽ ആയതുകൊണ്ട് 2 സീറ്റ്സ് ഫ്രണ്ടിലത്തെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. നല്ല അത്യാവശ്യം കുറച്ച് സൗണ്ട് ഉണ്ട്, വിച്ച് ഇസ് ഓക്കെ, പക്ഷെ നല്ല വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചൂടുകാലത്ത് സീറ്റ്സ് ഒക്കെ ഹീറ്റ് ആയിരിക്കുമ്പോൾ അത് നല്ല യൂസ്ഫുൾ ആണ്. പക്ഷെ നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി ടാസ്ക് ആണ് ഇത് യൂസ് ചെയ്യണത്. കുറച്ച് അവിടെ ആ തണുപ്പടിക്കുമ്പോൾ കുറച്ച് പെയിൻ വരും. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 2 C-type പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പോൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. നമുക്ക് എത്ര കൺസപ്ഷൻ എടുത്തു, പിന്നെ ആവറേജ് സ്പീഡ്, റീഫിൽ ചെയ്ത് എത്ര റേഞ്ച് ഉണ്ടാവും ഇവിടെ കാണിക്കും. ഇപ്പൊ നമ്മൾ ഫുൾ ടാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെ ലോഡിങ് കാണിക്കും. പിന്നെ ഇത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്, അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഭയങ്കര ഹ്യൂജ് ആണ്, നമുക്ക് വേണ്ട യൂസബിൾ ഫീച്ചർ ആണ്. പിന്നെ നല്ല കൂൾഡ് ആണ്. കൂൾഡ് ആയതുകൊണ്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സും അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാം, അത് കൂളിംഗ് നടക്കും. ഇതിപ്പോ GT ലൈൻ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ആംബിയൻ ലൈറ്റിംഗ് നല്ല രസമാണ് രാത്രി. ഇവിടെ റെഡ് ലൈറ്റ് ആണ് പോയിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് സ്പോട്ടി പെഡൽസ് കൊടുത്തിട്ടുണ്ട്, മെറ്റൽ പെഡൽസ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. GT ലൈന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, GT സ്പോർട്സിനൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. നമ്മുടെ ട്രാഫിക്കിലൊക്കെ ഇരിക്കുമ്പോൾ തനിയെ ഓഫ് ആവും. നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചാൽ സ്റ്റാർട്ട് ആവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കിയാൽ സ്റ്റാർട്ട് ആവും, അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ സ്റ്റാർട്ട് ആവും. അപ്പോൾ ആ ഐഡിൽ നമ്മൾ ആ ഫ്യൂല് സേവ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക്കിൽ ഓഫ് ആയിരിക്കും. വേണമെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം, എന്താ വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്, ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്സിലേറ്റർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വരും. പക്ഷെ അത് നല്ലതാണ്, ഫ്യൂൽ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും സ്റ്റാർട്ടർ മോട്ടറിന് കുറച്ച് ഇതാണ്. പിന്നെ ആംറസ്റ്റ് സ്ലൈഡിംഗ് ആണ്. ഇവിടെ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് കാണാം. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, യൂസബിൾ ആണ്. പിന്നെ ഇവിടെ 2 കപ്പി ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോയിൻസും ചെറിയ കാർഡൊക്കെ വെക്കാം. ഇവിടെയും നമുക്ക് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ ബിറ്റ്സ് കുറേ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. ഓവറോൾ നല്ല ഫീലാണ്. നമുക്ക് ഡ്രൈവിന് പോകാം അല്ലേ? ഇതിലെടുത്ത് പറയാനുള്ളത് റിവേഴ്സ് ക്യാമറയിലാണ് അവർ നല്ല കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇതിന്റെ സെഗ്മെന്റ് നോക്കുമ്പോൾ ക്രെറ്റയ്ക്ക് കുറച്ചുകൂടി നല്ല കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റി ഉണ്ട്. സെൽട്ടോസ് ആയാലും ഇവര് ക്യാമറയിൽ പോയിട്ട് ഒരു ഇതായി പോയി, അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഇല്ല. അത് ഭയങ്കര ഒരു കോസ്റ്റ് കട്ടിങ് ആയി പോയിട്ടാ. അതെ. പിന്നെ ഇത്രയും സ്ക്രീൻ ഉണ്ടായിട്ട് അവർ ഇവിടെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നു. ഓക്കെ. ടേണിംഗ് റേഡിയസ് 5.05 മീറ്റേഴ്സ്, അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ കേറി ഇരിക്കുമ്പോ തന്നെ ആ ഒരു സോളിഡ് എല്ലാ ഓവറോൾ സോളിഡ് ഫീൽ ഉണ്ട്. ഇരിക്കുന്ന ഒരു പൊസിഷൻസ്, കൈ വെക്കുന്ന ഒരു പൊസിഷൻ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് ഫീൽ ഒക്കെ ഉണ്ട്. അത് തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൽ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിന്റെ ബിറ്റ് ഒഴിച്ചാ. ഈവൻ ക്യാബിൻ നല്ല നോയിസ് ലെവലും കുഴപ്പമില്ല. പണ്ടത്തെ വോൾസ്വാഗൻ നോക്കുമ്പോൾ കുറച്ച് ഇൻസുലേഷന്റെ ഒരു കുറവുണ്ട്. പുറത്തത്തെ റോഡ് നോയ്സ് കുറച്ചുകൂടി കേൾക്കാൻ പറ്റുന്നുണ്ട്. പല മെറ്റീരിയൽ ക്വാളിറ്റീസിനും കുറച്ച് ഇഷ്യൂസും ഫോൾട്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഇതിൽ പരിഹരിച്ചിട്ട് എല്ലാം നീറ്റാണ്. സ്റ്റിയറിംഗും നല്ല ഹോൾഡ് ചെയ്യാൻ നല്ലതുണ്ട്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട് സ്റ്റിയറിംഗ്. പിന്നെ ഇതില് ഏറ്റവും എടുത്ത് പറയേണ്ടത് 2 സിലിണ്ടർ മോഡ് പറഞ്ഞൊരു സംഭവമുണ്ട്. സിലിണ്ടർ ഡീആക്ടിവേഷൻ. ദാറ്റ് മീൻസ് 4 സിലിണ്ടർ ആണ് എഞ്ചിൻ, 2 സിലിണ്ടറിൽ ഓടും ഫോർ എഫിഷ്യൻസി. അത് നമ്മുടെ ഹൈവേയിൽ അത്രയും പ്രോപ്പർ പാർക്ക് ത്രോട്ടിൽ പിടിച്ചാൽ മാത്രമേ ഒരു എക്കോ എന്ന് പറഞ്ഞു വന്നിട്ട് 2 സിലിണ്ടർ മോഡ് കാണിക്കും. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഇറ്റ്സെൽഫ് അത് കട്ടിങ് ചെയ്യണതും അതൊന്നും നമ്മൾ അറിയേയില്ല. 2 സിലിണ്ടർ മോഡിലേക്ക് പോണത് തന്നെ ഭയങ്കര ലൈക്ക് നമുക്ക് പവർ വേണ്ടപ്പോ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും, അല്ലാത്തപ്പോ അവര് നന്നായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് 2 സിലിണ്ടറിലേക്ക് ആ പോണതും അറിയാണ്ടിരിക്കാൻ വേണ്ടി. ഈവൻ ലോങ് ടൈം റിലയബിലിറ്റിയിലായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ DQ200 ആയതുകൊണ്ട് നല്ല കെയർ വേണം, നല്ല എന്താ പറയാ പ്രോപ്പർ മെയിന്റനൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ അത്യാവശ്യം കെയർ ചെയ്ത് ഓടിക്കുക. അതാണ്.
പ്രോപ്പർ മെയിൻ്റെനൻസ് വേണം DQ200 അല്ലെങ്കിൽ കുറച്ച് കംപ്ലൈൻറ്റ്സ് വരും. എനിക്ക് ആ ഒരു സ്റ്റിയറിംഗിൽ ആ ഒരു ലോഗോ ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു പഴയ പോളോയുടെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ലേഔട്ട്, ഒരു ഫ്ലാറ്റ് ബോട്ടം കൊടുത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത്, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ശരിയാ. ഇതിലേക്ക് വരുമ്പോഴായാലും നേരിട്ട് കാണുമ്പോ ലൈക്ക് കുഴപ്പമില്ല, നമ്മൾ യൂസ്ഡ് ആവുമ്പോ ആ ഒരു ഡിസൈനിലേക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നല്ല ലേഔട്ടാ. ഈവൻ എനിക്ക് ഇതിന്റെ അനലോഗ് വേർഷൻ ഇഷ്ടം. ഇതിന്റെ മിഡ് ലെവൽ വേരിയന്റ് ഇല്ലേ, അതിന്റെ ഒരു അനലോഗ് നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് ക്ലസ്റ്റർ നമുക്ക് ഓരോ മാറ്റാനൊക്കെ പറ്റും, മോഡ്സ് മാറ്റാനൊക്കെ പറ്റും. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ മോഡാക്കാൻ പറ്റും, സ്പീഡോമീറ്റർ കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാൻ പറ്റും. പല ടൈപ്പ് കസ്റ്റമൈസേഷൻ വരെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ ചില സമയത്ത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അതെ, ഇടയ്ക്ക് ഭയങ്കര സ്റ്റിഫ് ആയിട്ട് തോന്നും, ഇടയ്ക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ഒരു വേർഡിക്റ്റ് പറയാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. സസ്പെൻഷൻ അല്ലേ, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ നല്ല റോബസ്റ്റ് ആണ് സസ്പെൻഷൻ. നമുക്ക് അറിയാം ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഫീൽ. ഈവൻ നമ്മള് എവിടെ ബാഡ് റോഡ്സിൽ എടുത്താലും വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഫീൽ ഉണ്ട് ആ സസ്പെൻഷന്. ഒരു ബംബിനെസ് ഒക്കെ കുറഞ്ഞ് അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡാംസ് ഒക്കെ. പിന്നെ കുറച്ചുകൂടി കംഫർട്ടുള്ള സസ്പെൻഷൻ വേണമെങ്കിൽ ക്രെറ്റ നോക്കേണ്ടി വരും. ക്രെറ്റയുടെ കുറച്ചുകൂടി ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു സെഗ്മെന്റിൽ ഏറ്റവും സോഫ്റ്റും ഏറ്റവും കംഫർട്ടബിൾ. പക്ഷെ ആ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ക്രെറ്റയെക്കാളും ഹാൻഡ്ലിംഗ് ഇതിനാണ്. വോൾസ്വാഗനും സ്കോഡയും കുഷാക്ക് ആണെങ്കിലും നല്ല ഹാൻഡ്ലിംഗ് ആണ്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കുറച്ചുകൂടി ഇതിനാണ്. എന്താ വെച്ചാൽ ഇത് കുറച്ചുകൂടി ഡ്രൈവർ സെൻട്രിക് ആയിട്ട് അവർ ആ സസ്പെൻഷനും ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈവൻ എഞ്ചിൻ ആയാലും, എഞ്ചിൻ രണ്ടിനും ബിക്കോസ് ക്രെറ്റയുടെ കുറച്ചുകൂടി പവർ ഉണ്ടാവും. 160 PS ആണ് bhp പവർ ഉണ്ട്. ഇത് 150 bhp ആണെങ്കിലും ഇതിന്റെ ആ ഒരു DQ200 ട്രാൻസ്മിഷൻ കുറച്ചുകൂടി സ്പോർട്ടിയർ എന്തൂസിയാസ്റ്റ് ഫീല് ഇതുണ്ട്. ഇതിന്റെ 6 സ്പീഡ് മാനുവൽ എടുക്കാം, പക്ഷെ എന്നാലും ഇതിന്റെ ഷിഫ്റ്റ് ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മിസ്സിങ് വരുന്നില്ല, മാനുവലിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റ് നമ്മൾ പെട്ടെന്ന് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. റെസ്പോൺസ് മാനുവൽ കൺട്രോൾസ് നമ്മുടെ കൈ തന്നെ കിട്ടും. പിന്നെ നമുക്ക് മാനുവൽ മോഡ് ഇങ്ങനെ ഇടാം, എം എന്നാണ് പറയാം. നമുക്ക് ഫുൾ പവർ വേണമെങ്കിൽ എസ് മോഡ് ഉണ്ട്. ദാറ്റ് മീൻസ് എസ് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴത്തേക്ക് ആക്കിയ സ്പോർട്ട് മോഡ്. അതെ, ഇപ്പൊ എസ് മോഡിലാണ്. എസ് മോഡിലാകുമ്പോൾ കുറച്ചുകൂടി റെവ് കുറച്ചുകൂടി പോവും. ഈവൻ അതിന്റെ ഒരു എക്സോസ് നോട്ട് ആയാലും നല്ല സ്പോർട്ടി സൗണ്ട്. അതെ, അപ്പൊ നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് എസ് മോഡിൽ ഇടാം. യെസ്, ഇത് സാധിക്കട്ടെ എസ് ആയി. ഓ, ഈ സെഗ്മെന്റിൽ ഇത്രയും നല്ല സൗണ്ടും നോയിസ് ലെവലും കൊടുത്തിട്ടുണ്ട്. ടെർബോയും കൂടെ ആയതുകൊണ്ട് ആ ഒരു സൗണ്ട് കിക്ക് ചെയ്യണ നല്ല നല്ല പുള്ളാണ്. നമ്മൾ 8 വന്ന് എത്തണ അറിയില്ല, ഇങ്ങനെ ഇൻസ്റ്റന്റ് ആണ്. പിന്നെ എസ് മോഡിൽ ഇടുമ്പോ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര അഗ്രസീവാണ്. ഭയങ്കര അഗ്രസീവാണ്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറ്റില്ല. പക്ഷെ എൻജിൻ നോട്ട് അടിപൊളിയാണ് അല്ലേ? ഇവൻ ഈ സെഗ്മെന്റിൽ ബെസ്റ്റ് എൻജിൻ നോട്ട് എന്ന് പറയാം. ഇവൻ എനിക്ക് ഇതുപോലൊരു ഇഷ്ടപ്പെട്ട ഒരു എൻജിൻ നോട്ട് ഇപ്പൊ അടുത്ത് കേട്ടതായാലും അവര് എൻലൈൻ ഓടിച്ചപ്പോഴായിരുന്നു. ഈവൻ അതൊരു സ്പോർട്ടി വേരിയന്റ് ആയതുകൊണ്ടാണ് അത്രയും ഒരു നോട്ട് കിട്ടിയത്. നോർമലി വന്നൊരു GTക്ക് ഇത്രയും നോട്ട് കിട്ടുന്നത് ഈ ഒരു കാറിൽ മാത്രമേ ഉള്ളൂ. ഇത് പുറത്തുനിന്ന് കേൾക്കാൻ ഭയങ്കര സൗണ്ടാണ്. സോ നമ്മള് കൂടുതൽ യൂസ് ട്രാഫിക്കിലാണെങ്കിലേ ഇതിന്റെ 1 ലിറ്റർ ആണ് ബെസ്റ്റ്. അത് അത്യാവശ്യം പവർ ഒക്കെ ഉണ്ട്. 118 bhp, 175 Nm ടോർക്ക് ഉണ്ട്. ഡീസന്റ്ലി പവർഡ്. അത് 6 സ്പീഡ് AC ഇൻസോഴ്സ്ഡ് ആണ്. നല്ല റിലയബിൾ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ മൈലേജ് രണ്ടും ഏകദേശം ഓക്കെ ആണ്. പക്ഷെ ഇതിനേക്കാൾ ചെറുതായിട്ട് മൈലേജ് കൂടുതലായിരിക്കാം 1 ലിറ്റർ മാനുവൽ ആണെങ്കിൽ അതിനേക്കാളും കിട്ടും. 6 സ്പീഡ് മാനുവൽ അത് കുറച്ചുകൂടി എന്തൂസിയാസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് 1 ലിറ്റർ മാനുവൽ. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് ഇല്ലേ 7 സ്പീഡ് DSG, ഇടയ്ക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ട്രാഫിക്കിൽ ഇടുമ്പോൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ ആണോ സെക്കൻഡ് ഗിയറിലാണോ എന്നൊരിത് ചെറിയൊരു ജർക്കിനെസ് ഉണ്ടാവും. അതാ DQ200 ഒരു ക്യാരക്ടറാണ്. എന്താ വെച്ചാൽ ഇത് പതുക്കെ ഓടിക്കാനല്ല എന്ന് DQ200 പറയാം. എന്തൂസിയാസിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ 1 ലിറ്ററിന്റെ AC ഇൻസോഴ്സ്ഡ് ട്രാൻസ്മിഷൻ ഞാൻ എൻ്റെ ഒരു അങ്കിളുടെ വണ്ടി ഉണ്ട്, അത് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടി കാമാണ്. എന്താ വെച്ചാൽ അങ്ങനെ ഇടയ്ക്ക് ഒരു റെവ് ചെയ്യണമെന്നുള്ള നേച്ചർ അല്ല, അത് പ്രോപ്പർ കംഫർട്ടും സ്മൂത്ത്നെസ്സും പിന്നെ ഉള്ള ഒരു ആവറേജ് നല്ല ആവശ്യമുള്ള പവർ ഉണ്ട്. സിറ്റിയിലാണ് മെയിൻ യൂസ് എന്ന് പറയുന്നത്. അതിന് ഹൈവേ റണ്ണും പറ്റും, പക്ഷെ സിറ്റി യൂസ് മെയിൻ നോക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി. ഹൈവേയില് നമുക്ക് കുറെ ദൂരത്തേക്കുള്ള റൺ നമുക്കൊരു എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനും കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് ഓടിക്കാനും ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ബെസ്റ്റ് ഫോർ ഹൈവേ റൺസ്. ഹൈവേയില്
ഈവൻ ഒരു 80 പിടിച്ച് പോയാലേ നമ്മൾ പാർത്ത് റോഡിൽ നല്ല മൈലേജ് കിട്ടും 2 സിലിണ്ടർ മോഡൽ പോയാൽ. ഹൈവേയിലൊക്കെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ക്രൂസ് കൺട്രോൾ ഒക്കെ ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 14-15 ലെവലിലൊക്കെ നമുക്ക് എക്കോണമി കിട്ടും, ഈസിലി കൊണ്ടുനടക്കാം. പക്ഷെ ട്രാഫിക്കിൽ ഒരു 7-6 ആ റേഞ്ച് ഒക്കെയാണ് കാണിക്കുന്നത്. അതിപ്പോ 1 ലിറ്ററിനും സെയിം കേസാണ്. പിന്നെ ഇതിന്റെ ഒരു മെയിന്റനൻസിന്റെ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫോക്സ് വാഗൺ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കംപ്ലൈന്റ് ആയിരുന്നു, മെയിന്റനൻസ് കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. അത് ഓഫ് കോഴ്സ് ഒരു ജർമ്മൻ ക്വാളിറ്റിയും എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ആ ഒരു ലെവൽ ഓഫ് കോസ്റ്റിംഗ് വരും. പക്ഷെ ദെൻ ഓൾസോ അവരൊരു മെയിന്റനൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് എക്സ്പാൻഷൻ ഒക്കെ കൊണ്ടുവന്നു. ബട്ട് ദെൻ പാർട്സിന് എക്സ്പെൻസീവ് ആണ്. പാർട്സ് എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല ടോപ്പ് ഇൻഷുറൻസ് എടുക്കുക. അതെ, പക്ഷെ നമ്മൾ ഡീസലൊക്കെ നോക്കുമ്പോൾ എത്രയോ കുറവാണ് ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതുവരെ അങ്ങനെ കംപ്ലൈൻസ് അധികം പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ ഈ 2 ഇതിനും. ആദ്യം ഇനീഷ്യലി വന്നപ്പോൾ കുറെ ഫ്ലാറ്റ് ബെഡിൽ നമ്മൾ കുഷാക്ക് പോണ കണ്ടിട്ടുണ്ടായിരുന്നു 1 ലിറ്റർ അല്ലേ. പക്ഷെ ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഇവൺ 1.5 ലിറ്റർ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, വേർട്ടസ്. അതൊരു 30,000 കിലോമീറ്റർ ആയി, ഒരു ഇഷ്യൂസ് അവന് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ബേസ് മോഡൽ കംഫർട്ട് ലൈൻ ആണല്ലേ. അത് 1 ലിറ്ററിന്റെ മാനുവൽ വരുന്നത് ഒരു 12-13 ആ റേഞ്ചിലാണ് എക്സ്ഷോറൂം. ഇതിപ്പോ എന്റെ ഫ്ലാറ്റിലുള്ള സുഹൃത്തിന്റെ വണ്ടിയാണ് വിശാല്. അവന്റെ വീട്ടിൽ അടിപൊളി കാർസ് തന്നെ ഒരു ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ എല്ലാവരും ഭയങ്കര കാർ എന്തൂസിയാസ്റ്റ് ആൾക്കാരാണ്. ഇവൻ ഭയങ്കര ക്രേസ് ആണ്. അപ്പൊ അവന്റെ കയ്യിൽ ഒരു A ക്ലാസ് ഉണ്ട്. ഒരു പ്രീമിയം A ക്ലാസിന്റെ റിവ്യൂ ആണെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യാം അല്ലേ. ലൈക്ക് ഇതൊരു ബയേഴ്സ് ഗൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ യൂസ്ഡ് ആയാലും ഇപ്പൊ ന്യൂ ആയാലും, ഈ ന്യൂ നല്ല എക്സ്പെൻസീവ് ആയി പോയി. യൂസ്ഡ് അതിനനുസരിച്ച് എടുത്തത് 23 lakhs ആണ് ഏറ്റവും ടോപ്പിലാണ് വന്നത്. യൂസ്ഡ് ആണെങ്കിൽ ആ ഒരു പ്രൈസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്, നല്ല വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ 1 ലിറ്ററും 1.5 ലിറ്ററും നല്ല വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ടൈഗൺ അല്ലെങ്കിൽ വേർട്ടസ് ട്രൈ ചെയ്യണം എന്തായാലും അല്ലേ. യെസ്, ഇതിൽ എനിക്കിപ്പോ ഒരു പോരായ്മയായിട്ട് തോന്നിയാൽ ഒരു ഡീസൽ എഞ്ചിന്റെ ഒരു ആബ്സെൻസ് ആണ്. അത്രയും ഹെവി ലോങ് റൺ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡീസലാണ് ഒരു ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ. കുറെ സ്ഥലത്തൊക്കെ കോസ്റ്റ് കട്ടിങ്സ് ഉണ്ട്, കുറെ ഫീച്ചേഴ്സ് ഒക്കെ അവര് സ്കിം ചെയ്യുന്നുണ്ട്. അതെ, അത്രേ ഉള്ളൂ അല്ലേ. യെസ്. സോ ഹേ ഗൈസ്, അതായിരുന്നു നമ്മുടെ ടൈഗൺ GT സ്പോർട്സ് പ്ലസിന്റെ റിവ്യൂ. അപ്പോൾ ഞാനൊരു കാര്യം കാണിക്കാം. ഈ സ്റ്റിയറിംഗ് വീല് കണ്ടിട്ട് ഇത് ഏത് വണ്ടിയാണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ വണ്ടി ഇറ്റ്സ് എ മോഡിഫൈഡ് ബ്ലാക്ക് ബീസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ടൈഗൺ കാണിച്ചതിന്റെ സെയിം ഓണറിന്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ കാണാനേ നമ്മൾ കമന്റിലെ റെസ്പോൺസ് അനുസരിച്ച് വെച്ച് ചെയ്യാം. അപ്പോൾ മുസ്തഫിന്റെ ഡ്രൈവ് ഫീൽ അറിയാൻ ടൈം കൊണ്ട് ഞാൻ പറയാണ്, ഇതുപോലത്തെ ഇനി വീഡിയോസ് പിക്ചേഴ്സ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ടു റിവ്യൂസ്. നമ്മുടെ ടെക്കും ഇതിന്റെ എപ്പിസോഡ്സ് തുടങ്ങാൻ പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. അപ്പോൾ വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ചെക്ക് ഹലോ. സോ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വോൾസ്വാഗന്റെ ഒരു വണ്ടിയാണ്, ടൈഗൺ. യെസ്. സോ പിന്നെ എനിക്ക് ഈ കാറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ആ സ്റ്റാൻഡേർഡ് കമ്പനി ഒരു കംഫർട്ട് ആക്സസറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു കുഷ്യൻ. പില്ലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം?